ഹേ ഗൈസ്, വീക്കെൻഡൊക്കെയല്ല അപ്പം നമുക്ക് അടുത്തൊരു ബസാറിൽ പോയിട്ട് അങ്ങനെ ബസ് വന്നു. ബസ് കയറി നോക്കുമ്പോൾ നിറച്ച ആൾക്കാരാണ്. സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഒരു സീറ്റ് ടീമെല്ലാം നമ്മളവിടെ ഇരുന്നു. അങ്ങനെ പിന്നെ സ്ഥലത്തെത്തി. ഇതാണ് ഗൈസ് ബസാർ. ഇവിടുന്ന് തുടങ്ങി ഇത് വലിയ ബസാറാണ്. കുറേ സാധനമുണ്ട്. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനവും ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയ പാടന്നെ നോക്കുമ്പോൾ മേക്കപ്പ് പ്രൊഡക്ട്സ് എന്തെല്ലോ വാരിക്കോരി ഇട്ടിരിക്കണ്. ഇതൊക്കെ ആരും മേടിക്കുക ചോദിച്ചാൽ അറിയില്ല. മേടിക്കുന്നതുകൊണ്ടേക്കും അതിലുള്ള ഇട്ടത്. നമുക്ക് ഇനി അങ്ങനത്തെ സാധനങ്ങളൊന്നും തന്നെ വേണ്ട. പിന്നെ ഫസ്റ്റ് പൈസ എടുക്കണം. പൈസ എടുത്തിട്ട് എന്തെങ്കിലും മേടിക്കാൻ പറ്റും. കാരണം ഇവിടെ കാർഡ് എടുക്കൂല. എല്ലാവരുടെയും നമ്മൾ പൈസ തന്നെ കൊടുക്കണം. ഇവിടെ എല്ലാ സാധനം തന്നെ സെക്ഷൻ ആയിട്ടാണ്. അപ്പോൾ ഇത് ഡ്രസ് സെക്ഷനാണ്. നമ്മൾ നേരെ നോക്കി മാത്രമേ നടക്കാൻ പറ്റുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സെക്ഷനാണിത്. ഈ ബസാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനവും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ പൈസ കുറവാണെന്ന് വെച്ചാൽ അതൊന്നും അല്ല കേട്ടോ. പിന്നെ പൈസ എടുക്കാണ്ടായിരുന്നു. നമ്മൾ നേരെ പൈസ എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ പൈസ എടുത്ത് സാധനം മേടിക്കാൻ വിട്ടു. പിന്നെ ഇതാണ് ഇവിടുത്തെ ഐസ്ക്രീം കച്ചവടക്കാർ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. വെയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതാണ് ഗൈസ് ഇവിടുത്തെ ഫ്ലേവേർഡ് ചായപ്പൊടികൾ. പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ചധികം സാധനം മേടിച്ചു. ഒരു 80,000 ഞാൻ സാധനം മേടിച്ചു. അങ്ങനെ അവിടെ നിന്ന് സാധനം മേടിച്ചിറങ്ങി. ഇതാണ് ഗൈസ് ഇവിടുത്തെ പുലാവ് മെയിൻ സാധനമാണ്. പിന്നെ ഇത് സോംസ, ഇതും ഇവിടുത്തെ മെയിൻ സാധനമാണ്. പിന്നെ നമുക്ക് പൊടികളൊക്കെ കുറച്ച് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നേരെ പൊടികളൊക്കെ മേടിക്കാൻ വേണ്ടി പോയി. മാസത്തിലൊരിക്കൽ നമ്മളിങ്ങനെ സാധനം മേടിക്കാൻ വരും. പക്ഷെ ഇപ്പോൾ ഇത് കുറച്ചധികമായി വരാത്തത് അതുകൊണ്ട് തന്നെ എല്ലാവിധ സാധനങ്ങളും മേടിക്കാനുണ്ടായിരുന്നു. അരിപ്പൊടിയും സാധനങ്ങളൊക്കെ ഈ ഒരു കടയിൽ കിട്ടും. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇവിടെ തന്നെ വരണം. അപ്പോൾ അങ്ങനെ അരിപ്പൊടി സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ ആയിട്ട് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് വിട്ടു. അതിനൊക്കെ അത്യാവശ്യം ഇവിടെ വില കുറവുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. നേരെ പച്ചക്കറി മേടിക്കാൻ വിട്ടു. പച്ചമുളകായിരുന്നു മെയിനായിട്ട് നമുക്ക് വേണ്ടത്. അത് കിട്ടാണ്ട് കുറച്ച് ദിവസമായി നമ്മൾ ഇടങ്ങാറാവുന്നു. അങ്ങനെ ഒരു ഷോപ്പ് പോയപ്പം അവിടുത്തെ ഒരു പച്ചമുളകിന് 5000 സോംസ് വെച്ചിട്ട് അതൊന്നും നമുക്ക് വേണ്ടാത്തതുകൊണ്ട് നഷ്ടമാണ്. അതുകൊണ്ട് വേണ്ട വിചാരിച്ചു വേറെ ഷോപ്പ് തപ്പി നടന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു പച്ചമുളകുള്ള ഒരു ഷോപ്പിലെത്തി. അങ്ങനെ 30 ചോദിച്ചപ്പം ഓക്കെയാണ്, വിലയൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പച്ചമുളക് മേടിച്ചു. പിന്നെ ഇന്ത്യൻസിനെ കാണുമ്പോൾ ഇവർക്ക് ഒരു വില കൂട്ടി പറയൽ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാർഗിൻ ചെയ്തത് കുറപ്പിക്കണം. പിന്നെ നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികളാണെന്ന് അറിയുമ്പോൾ ഒരിക്കലും അറിയാം ഇവരുടെ അടുത്ത് കാര്യമില്ല. അപ്പോൾ ഒരു കുറച്ച് ചെയ്തു. ടൂറിസ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ കുറച്ചധികം പൈസ തന്നെ ഒരു പറയും കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് മല്ലിച്ചപ്പ്, പുതിന, ചീര അങ്ങനെ കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് മേടിക്കാൻ പോയി. അങ്ങനെ അതും മേടിച്ച് നോക്കുമ്പോൾ കവറൊക്കെ തന്ന് ഇപ്പുറത്ത് പച്ചക്കറിയും അപ്പുറത്തൊരു ഡ്രസ്സിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കവർ നമ്മളെടുത്തെടുത്തോളം പറഞ്ഞിട്ട് അപ്പുറത്ത് വേറെ കച്ചവടം ചെയ്യിരിക്കും. അങ്ങനെ വിളിച്ചിട്ട് ഏതൊക്കെ എടുത്ത് എങ്ങനെയൊക്കെ എടുത്തെന്നൊക്കെ പറഞ്ഞു കൊടുത്ത്. അങ്ങനെ അതൊക്കെ നോക്കി എത്ര പൈസ എന്നൊക്കെ പറഞ്ഞു അമ്മനെ. പിന്നെ അങ്ങനെ പൈസയും കൊടുത്ത് അവിടെ നിന്ന് നേരെ അരി മേടിക്കാനുള്ള സെക്ഷനിലേക്ക് പോയി. ഈ ഒരു സെക്ഷൻ മൊത്തം അരി, പരിപ്പ്, പയറ് അങ്ങനെയുള്ള എല്ലാ സാധനവും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഈ ഒരു 2 വലിയ ബിൽഡിങ് പോലെയാണിത്. അതിൻ്റെ ഉള്ളിൽ നിറച്ചും ഇങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ്. അതിന് നമുക്ക് ബസ്മതി വേണമായിരുന്നു. പിന്നെ കുറച്ച് സാദാ അരി വേണമായിരുന്നു. പിന്നെ പച്ചരി വേണമായിരുന്നു. അങ്ങനെ എല്ലാവിധ അരികളും മേടിച്ച് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരുടെ കയ്യിലും ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇനി സാധനം മേടിക്കാൻ കയ്യിൽ പിടിക്കാൻ സ്ഥലമില്ല. അങ്ങനെ നേരെ യാൻഡെക്സ് ബുക്ക് നിൽക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് കടയിൽ മൂപ്പരവിടെ നോൺ ഉണ്ടാക്കുകയാണ്. ഈ ഒരു സെറ്റപ്പിലാണ് ഓരോ ഉള്ളിലേക്ക് വെക്കുന്നത്. ഉണ്ടോ നല്ല ചൂടുള്ള സ്ഥലമായിരിക്കും. അങ്ങനെ ഓരോ ഉള്ളിലേക്ക് വെക്കുന്നത് കണ്ട് അങ്ങനെ യാൻഡെക്സ് വന്ന് സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെച്ചു. അങ്ങനെ സാധനങ്ങളൊക്കെ മുമ്പിൽ വെച്ച് നമ്മൾ രണ്ടുപേരും ബാക്കിലേക്ക് കയറി. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബായ്.